എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് കാണിച്ച സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. അതായത് ഒരു 4000 വാട്ടിൻ്റെ സൈൻ വേവ് ബോർഡാണ് അസംബിൾ ചെയ്തെടുത്തിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗം കയറി കണ്ടതിന് ശേഷമേ ഈ രണ്ടാം ഭാഗം കാണാൻ പാടുള്ളൂ. അതല്ല, രണ്ടാം ഭാഗമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗവും കാണുക. എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അതായത് ഒരു സംശയവും കൂടാതെ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും വ്യക്തമായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക. എന്നാലേ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്തൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ അതും ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനതിന് മറുപടി നൽകുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് വീഡിയോ ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പഠിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ. കാരണം ഒരു സംശയം കൂടാതെ നിങ്ങൾക്കിത് കാണുന്നതിന് വേണ്ടിയാണ് ആ ഒരു ഇങ്ങനെ വീഡിയോ എല്ലാവരും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് A to Z ശ്രദ്ധിച്ച് തന്നെ കാണുക. കാരണം ടെക്നിക്കൽ വീഡിയോ ഒരു ഭാഗം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തിൽ നമുക്കത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളത് സംശയമായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയം വരാത്ത രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ഒരു ഭാഷയിൽ തന്നെയാണ് നമ്മളിവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും പറയുവാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം ശ്രദ്ധിച്ച് തന്നെ കാണുക. അപ്പോൾ യാതൊരു സംശയം ഉണ്ടാവില്ല. ഡൗട്ടൊന്നും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ 4000 വാട്ട് ബോർഡിനെ കുറിച്ച് ഒന്നാം ഭാഗത്തിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഈ ഭാഗത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഇത്രയും വേഗം മറ്റുള്ളവരിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്.
നമുക്കിനി ഇതിലിടാനുള്ളത് മോസ്ഫെറ്റ് ഇടാനുണ്ട്, അതുപോലെ ബസർ ഇടാനുണ്ട്. കൂടാതെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്, ഡ്രെയിൻ സൈഡ് ഇവിടെ എല്ലാം സ്ട്രെങ്ത് കൂട്ടുവാനായിട്ട് കോപ്പറിൻ്റെ കമ്പികൾ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഇതിലിടാം. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇതിലിടാനുള്ളത്. ഇതെല്ലാത്തിനും ഉപരിയായി ഇതിൻ്റെ ഐസികളെല്ലാം ഇടാനുണ്ട്. നമുക്കിനി ഇതിൽ മോസ്ഫെറ്റുകളെല്ലാം ഇടാം. അതിനുശേഷം സ്ട്രെങ്ത് കൂട്ടാനുള്ള കമ്പി ഇടാം, കൂടാതെ ബസർ ഇടാം, അതിനുശേഷം ഐസികൾ ഇടാം. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇതിന് ശേഷം ഫൈനലായിട്ട് ഒരു വാഷിങ്ങും കൂടി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇടാനുള്ള ഐസികൾ നമുക്കൊന്ന് നോക്കാം. ഐസികൾ ഈ ഭാഗത്തെ AC മെയിൻസിന് വേണ്ടിയിട്ടുള്ള LM324 ആണ്. അതേപോലെ മാസ്റ്റർ IC ആയ മൈക്രോ കൺട്രോളർ 30F2010 ആണ്. കൂടാതെ ഷോർട്ട് സർക്യൂട്ടിന് വേണ്ടി വരുന്നത് LM311 ആണ്. പിന്നെ മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള 4 ചാനൽ, ഇവിടെയുള്ള 8 ചാനൽ, അതായത് 4 ചാനലും 4 ചാനലും, അങ്ങനെ 8 ചാനൽ. മൊത്തം ഈ സൈഡിൽ വരുന്നത് 4 ഡ്രൈവ് IC ആണ്. ഈ 4 ചാനലിന് വേണ്ടി 2 ഡ്രൈവ് ICയും, ഇവിടെ 4 ചാനൽ 2 സെക്ഷന് വേണ്ടി ഇവിടെയും 2 ഡ്രൈവ് IC. അത് TPL 250 ഇടാം, അല്ലെങ്കിൽ 350 ഇടാം. നമുക്കിനി ഇതെല്ലാം ഇട്ട ശേഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 48 വോൾട്ട് ആയതുകൊണ്ട് 48 വോൾട്ടിന്റെ ഒരു SMBS ആവശ്യമാണ്. അതായത് ഈ മോസ്ഫെറ്റ് സെക്ഷനിലോട്ടും മൈക്രോ കൺട്രോൾ ഭാഗത്തോട്ടും നമുക്ക് 12 വോൾട്ടിന്റെ ആവശ്യമുള്ളതുകൊണ്ട് 48 വോൾട്ട് കൺവേർട്ട് ചെയ്ത് 12 വോൾട്ട് ആക്കുന്ന SMBS മോഡ്യൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ SMBS മോഡ്യൂൾ റെഡിമെയ്ഡ് നമ്മൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയത് ഇതിൽ കണക്ട് ചെയ്തു ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കിനി ആദ്യ സെക്ഷനായ മോസ്ഫെറ്റുകൾ ഇതിലിട്ട ശേഷം സെൻസർ കണക്ട് ചെയ്യുക, സ്ട്രെങ്ത് കൂട്ടാനുള്ള കമ്പി ഇടുക, ബസർ ഇടുക, ഫൈനൽ വാഷ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ ഇടുന്ന സ്ട്രെങ്ത് കൂട്ടാനുള്ള കമ്പിയാണിത്. അതുപോലെ 12 വോൾട്ടിന്റെ ബസർ. കൂടാതെ നമ്മളിവിടെ ഇടുന്ന മോസ്ഫെറ്റ് ആണ് IRFB 4110. 16 മോസ്ഫെറ്റ് ആണ് നമ്മളിവിടെ ഇടുന്നത്.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു 4000 വാട്ട് ലോഡ് ചെയ്യാവുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മദർ ബോർഡ് അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടില്ലെങ്കിൽ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ രണ്ടാം ഭാഗം കാണാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. അതല്ല രണ്ടാം ഭാഗമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാം ഭാഗം കാണാൻ പാടുള്ളൂ. ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം രണ്ടാം ഭാഗവും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.